അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ഇന്നലെ സോഷ്യൽ മീഡിയയിലും ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടു. നീലഗിരിയിൽ 850ഓളം വധൂവരന്മാർക്കുള്ള വിവാഹ ചടങ്ങ്, 1,00,000-ലധികം ആളുകൾ പങ്കെടുത്ത കല്യാണ സദസ്സ്, ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. ആ ഒരു വിവാഹത്തിന് പണമില്ലാതെ വല്ലാത്ത ബുദ്ധിമുട്ടിലായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ തരുമോ എന്ന് ആ വിവാഹത്തിൻ്റെ നടത്തിപ്പുകാരായ SYSൻ്റെ ആളുകൾ, AP വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ആഹ്വാനം വരുന്നതിന് മുൻപേ വിസാൽ മീഡിയ വീഡിയോ ചെയ്തിരുന്നു. കാന്തപുരം ഉസ്താദിനെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പരമാവധി സഹായിക്കുന്നുണ്ട് പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക് ദിവസങ്ങൾക്കകം 6.5 കോടി രൂപയാണ് സമാഹരിച്ചത്. എന്തൊരു ആ ഒരു ഐക്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. കാന്തപുരം ഉസ്താദ് ഒരു വാക്ക് പറയുന്നു, നിമിഷങ്ങൾക്കകം 850ഓളം ആളുകളുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല. കാരണം 2014 തുടങ്ങിയൊരു സമൂഹ വിവാഹമാണ്. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും പാവങ്ങളായ ആളുകൾക്ക്, മലയാളികളായ ആളുകൾ ഒരു വിവാഹം കഴിക്കണമെന്ന് സ്വപ്നം മാത്രം കണ്ടു നടക്കുന്ന ആളുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത്, വിവാഹ വസ്ത്രങ്ങൾ കൊടുത്ത്, വിവാഹ സദ്യ ഭക്ഷണം കൊടുത്ത്, വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ കൊടുത്ത് ഒരു ഉസ്താദുമാരെ നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. ഇതില് ഒരു കാറ്റഗറീസ് ഇല്ല, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ ആളുകളും സഹകരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ്. ഇത് 1,00,000-ലധികം ആളുകൾക്ക് ഇന്ന് പാക്ക് ചെയ്യും. വൈകുന്നേരം 4 മണി വരെയാണ് ഞങ്ങളെ പാക്കിങ്ങിന്റെ ടൈം. ഇന്നലെ രാത്രി 1 മണിക്ക് ആരംഭിച്ച പാക്കിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അല്ലല്ല, ഇത് SYSന്റെ സാന്ത്വന വളണ്ടിയർമാരാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ. ഇതിൽ SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, കേരളത്തിന്റെ എല്ലാ സ്ഥലത്തുനിന്ന് ആൾക്കാരുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാരുണ്ട്. കൊടുക് ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ടീമുണ്ട്. ഇത് വിളമ്പുന്നവർ മാത്രമല്ല, അതിന് ആ ട്രാഫിക് നിയന്ത്രിക്കുന്നവര്, ഉള്ളിൽ ഉസ്താദുമാര് പോകുന്നവര്, വഴി എല്ലാ ആളുകളും അതിനകത്തുണ്ട്. നമുക്ക് ഏകദേശം അറിഞ്ഞൊരു കണക്ക് 1,00,000-ന്റെ മുകളിൽ ആൾക്കാരുണ്ടാവുന്നതാണ്. ഇപ്പൊ ഞാൻ കണ്ടു നോക്കുമ്പോൾ 1,00,000 നിൽക്കില്ല. കാരണം ഇവിടെ കൊണ്ടായ ഭക്ഷണത്തിന്റെ അത്രയും ആളുകൾക്കുള്ള ഭക്ഷണം അവിടെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് രാവിലെ എത്രയോ നേരത്തെ തുടങ്ങിയതാണ്. ഇത് നിൽക്കുന്നില്ല, ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, വളർത്തിക്കൊണ്ടേയിരിക്കുക ആളുകൾ. അൽഹംദുലില്ലാ. ഇതൊക്കെയല്ലേ മതം എന്ന് പറഞ്ഞാൽ കരുണയാണ് എന്നുള്ളതാണ്. നിസ്കാരം, നോമ്പും, സക്കാത്തും, ഹജ്ജും മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതാണ് യഥാർത്ഥ മതം എന്നുള്ളതാണ് സൂഫിയാക്കൾ പഠിപ്പിച്ചത്. ആ ഒരു പഠന മാർഗം ഈ ഉസ്താദുമാർ, അവിടുത്തെ SYSൻ്റെ ജില്ലാ നേതൃത്വമൊക്കെ 2000-ഓളം പേരെ കല്യാണം അങ്ങനെ കഴിച്ചു കൊടുത്തു. പക്ഷേ ഈ ഒരു വർഷം വളരെ വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു. ആ പ്രതിസന്ധിയുടെ സമയത്താണ് നമ്മൾ വിസാൽ മീഡിയ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷമാണ് കാന്തപുരം ഉസ്താദ് അത് ഏറ്റെടുത്തിട്ട് ആഹ്വാനം നടത്തി ഇതിന് പരമാവധി സഹായിക്കണം. നിമിഷ സമയങ്ങൾ കൊണ്ടാണ് 6.5 കോടി രൂപ സമാഹരിച്ചത്. ആ കല്യാണം ഇന്നലെ ഏപ്രിൽ 5-ന് മഹത്തായൊരു സമ്മേളനം പോലെ വലിയൊരു സൽക്കർമ്മം, ഒരു 34 ഹൈന്ദവ സഹോദരങ്ങൾ ക്ഷേത്രത്തിൽ അവരുടെ പൂജയും കാര്യങ്ങളോടെ ആ രീതിയിൽ കല്യാണം, അതിൻ്റേതായ ചടങ്ങ് അവിടെ. മറ്റാളുകൾക്ക് അവരവരുടെ മതവിശ്വാസ പ്രകാരം അവർക്കൊക്കെ സ്വർണ്ണാഭരണങ്ങൾ, താലിമാലകൾ, വിവാഹ ഡ്രസ്സുകൾ, എന്തൊരു ആ മനുഷ്യർ, ആ നാട് മുഴുവനും ഒരു ആഘോഷത്തേക്ക് വരും. ഇതിൻ്റെ വീട്ടിലത്തെ കല്യാണമാണ് എന്നുള്ള പോലെ ആൾക്കാർ വരുന്നത്. അവർ മുഴുവനും ഒരുമിപ്പിച്ചൊരു ഘടകം എന്താണെന്ന് പറയും. മതമാണെങ്കിൽ അല്ല, വ്യത്യസ്ത മതക്കാരാണ്. ജാതിയാണെങ്കിൽ അങ്ങനെയല്ല, ഭാഷയാണെങ്കിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടുകാരുണ്ട്, കർണാടകക്കാരുണ്ട്, മലയാളികളുണ്ട്. പാടന്തറ മർക്കസിലെ നീലഗിരിയിൽ ആ സംഭവം നടക്കുക ഒന്നിച്ചൊരു കാര്യം കരുണ എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഒരു സന്ദേശം. ഈ കരുണ നമ്മൾ എവിടെയൊക്കെ കാണിക്കണം. ഇവിടെ മാത്രമല്ല, നമ്മൾ പള്ളിയിൽ വരുമ്പോൾ, നമ്മളൊരു പള്ളി കമ്മിറ്റിക്കാരനാണോ, ഒരാളത് നിസ്കരിക്കുമ്പോൾ ഫെയിനിട്ടാൽ തടയുന്നത് ആവരുത് നമ്മുടെ മതം. ബാത്റൂമൊക്കെ പൂട്ടിയിട്ടിട്ട് ഒരു മനുഷ്യനിക്ക് ബാത്റൂമിൽ കയറാൻ പറ്റാത്ത രീതിയിലാക്കുന്നതല്ല മതം. മതം വീട്ടിൽ ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, അധ്യാപകനാവട്ടെ, ആരാവട്ടെ, നമ്മൾ കൊടുക്കേണ്ടത് കരുണ എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം AP വിഭാഗത്തിൻ്റെ ആ ഒരു സംഘടനാ സംവിധാനം ഉണ്ടല്ലോ, അടിപൊളി എന്ന് പറഞ്ഞാൽ അവരൊരു ആഹ്വാനം നടത്തുമ്പോൾ അണികൾ അത് ഉൾക്കൊള്ളുന്നൊരു ആവേശം, അതൊരു പാഠമാക്കേണ്ട ഒന്നാണ്. നമ്മൾ ഏതൊക്കെ സംഘടനകളുണ്ട്, കാശ് പിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷേ അത് കൃത്യമായിട്ട് നടത്തി കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. ഈ ഒരു ഉസ്താദിനെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഉസ്താദ് ആരാണ്? ഈ ഉസ്താദാണ് ഈ വിവാഹത്തിൻ്റെ നടത്തിപ്പ്. ഈ ഉസ്താദിൻ്റെ പേരെന്താണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം.
ഈ ഉസ്താദിൻ്റെ പേര് ഒരു ക്ലൂ ഞാൻ പറയണില്ല. ഈ കാരണം 2014 മുതൽ ഇങ്ങനെ അന്ന് എത്രയോ 80-ഓളം ആളുകളുടെ വിവാഹത്തിലൂടെ തുടങ്ങിയിട്ട് ഈ പാടന്തറ മർക്കസിൽ, നീലഗിരിയിലെ പാടന്തറ മർക്കസിൽ ഇന്ന് 2000-ഓളം വിവാഹങ്ങൾ കഴിപ്പിച്ച ഈ ഉസ്താദിൻ്റെ പേരെന്താണ്? ഇദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും പാവങ്ങളായ ആളുകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കട്ടെ. അപ്പം ഇന്നലെ അവിടെ കാന്തപുരം ഉസ്താദിനെയൊക്കെ ആദരിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ പൊന്മോൾ ഉസ്താദിനെ, കാരണം 50 വർഷത്തോളം ദർസി രംഗത്ത് സേവനം നൽകിയ ഉസ്താദാണ് പൊന്മോൾ ഉസ്താദ്. ഇങ്ങനെ ഉസ്താദുമാരും എല്ലാവരും ഒരു കൂട്ടം ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നലെ ഈ പാടന്തറ മർക്കസിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തുള്ള സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും. എന്തായാലും അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകളിൽ പങ്കെടുത്തു. അത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തുമാത്രം അതിൻ്റെ സംഘാടകർ വേദനിച്ചിട്ടുണ്ടാവും ആളുകളോട് സഹായം അഭ്യർത്ഥിച്ചത്. ഒടുവിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ ഒരു കഥ കിട്ടാനാണെങ്കിൽ അത് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നാലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ഉസ്താദിൻ്റെ ചോദ്യം അതാണ്, ഈ വിവാഹം നടത്തി കൊടുക്കുന്ന, ഇതിനു വേണ്ടി മുൻനിരയിൽ നിൽക്കുന്ന ഒരു ഉസ്താദാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ഉസ്താദ്. ഈ ഉസ്താദിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒന്ന് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിൽ ഒരു അത്ഭുതം നടന്നു. ഇറാനിലെ അമേരിക്കയുടെ ഒരു സൈനിക വിമാനം തകർന്നതല്ല, ഇറാൻ തകർത്തതാണ്. അതിലത്തെ പൈലറ്റിനെ ഉടൻ തന്നെ അമേരിക്ക രക്ഷപ്പെടുത്തി. കൂടെ ഉണ്ടായിരുന്ന ഒരു സൈനികനെ അമേരിക്കയ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇയാളെ കണ്ടുപിടിച്ചാൽ കൊല്ലണം എന്നാണ് ഇറാന് കൊടുത്തൊരു ആഹ്വാനം. പിന്നെ ഇറാൻ അത് മാറ്റിയിട്ട് പറഞ്ഞു, അയാളെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് വലിയ തുക കാശ് തരാമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഗ്രാമീണരായ ഗോത്രവർഗ്ഗക്കാർ വടിയും കുന്തൊക്കെ എടുത്ത് ഇയാളെ തിരയാണ്. പക്ഷേ അമേരിക്കൻ സൈനികർ വേറെ ശത്രു രാജ്യത്ത് ഇങ്ങനെ തകർന്നു വീണിട്ട് അകപ്പെട്ട് കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്താനുള്ള പ്രത്യേക പരിശീലനങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു 10-20 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു അമേരിക്കയുടെ ഒരു വലിയൊരു വിമാനം ശത്രു രാജ്യത്ത് തകർക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഇറാൻ്റെ പവർ. പക്ഷേ അമേരിക്കയുടെ ശക്തി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഒരു വിമാനം തകർന്നിട്ട് ആ വിമാനത്തിലുണ്ടായിരുന്ന ഈ സൈനികൻ പാറ ഇടുക്കുകളിൽ 10-34 മണിക്കൂറുകളോളം താമസിക്കുകയും തൻ്റെ രഹസ്യ ഉപകരണം കൊണ്ട് അമേരിക്കയിലെ സൈനികർക്ക് സന്ദേശം അയക്കുകയും ഇറാൻ്റെ കയ്യിൽ പിടികൂടാതെ സമർത്ഥമായിട്ട് ആ മനുഷ്യൻ കാത്തിരുന്നു എന്നുള്ളതാണ്. ഇറാനുകാർ തിരയുക. അങ്ങനെ അമേരിക്കയുടെ സൈനിക വിമാനം വന്നു, ഹെലികോപ്റ്ററുകൾ വന്നു, അവർക്ക് അകമ്പടിയായിട്ട് സൈനിക വിമാനം വന്നിട്ട് ഇറാനികൾ പോലും അറിയാതെ ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി അവരുടെ സൈനിക മിടുക്ക്. അപ്പോൾ ഒരു ഉപയോഗശൂന്യമായ ഒരു വിമാനത്താവളമാണ് അമേരിക്ക ഉപയോഗപ്പെടുത്തിയത്. ശത്രു രാജ്യത്ത് ചെന്നിട്ട് അവർക്ക് ഒരാളെ രക്ഷപ്പെടുത്തിയത് സിനിമയല്ല, ഇതേതോ ബോളിവുഡ് സിനിമയല്ല. ഒരു മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുമ്പോൾ വില കൂടിയ 2 സൈനിക വിമാനങ്ങൾ ഇറാൻകാർ തകർത്തു. ഇറാൻ പറഞ്ഞു ഞങ്ങൾ തകർത്തതാണ്, അമേരിക്ക പറഞ്ഞു ഞങ്ങൾ അവർ തകർത്തു കൊടുത്തതാണ്, ഞങ്ങൾ തന്നെ തകർത്തതാണ്. എന്തായാലും ആ രക്ഷാദൗത്യത്തിൽ അമേരിക്ക വിജയിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ശക്തമായ രാജ്യമാണ്. ഇറാൻ്റെ മുഴുവൻ മിസൈലിൻ്റെ ശേഖരങ്ങളൊക്കെ അമേരിക്ക തകർത്തു എന്നാണ് ട്രംപൊക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ അമേരിക്കയിലെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നൊരു കാര്യമുണ്ട്, എന്തൊക്കെ തകർത്തിട്ടും ഇറാൻ്റെ സൈനിക ശേഷി തകർക്കാൻ അമേരിക്ക കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇറാനിൻ്റെ ഓരോ ഭാഗങ്ങൾ, അതായത് ഇറാനിൻ്റെ ആ വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ, വെള്ള ടാങ്കുകൾ മുഴുവൻ തകർത്തിട്ട് ഇറാനിനെ ചൂടം മുടിക്കുകയാണ്. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് 4-5 വാണിങ്ങാണ് ട്രംപ് കൊടുക്കുന്നത്. ഇറാനിനെ നരകമാക്കി മാറ്റും, അയാൾ വല്ല അണവായുധം ഉപയോഗിക്കുന്നുള്ളൊരു പേടിയുണ്ട്. അങ്ങനത്തെ ഒരു ഭ്രാന്തനാണ് ഈ ട്രംപ്. അപ്പോൾ അങ്ങനെയൊക്കെ തകർത്തിട്ടും ഇറാനിനെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്താൻ അമേരിക്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. കാരണം ഇറാൻ്റെ കയ്യിലുള്ള സൈനിക ശേഷിയും ഇറാൻ്റെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങളും വലുതാണ്. ഇറാൻ്റെ കയ്യിലുള്ള മിസൈലുകളുടെ ശേഖരങ്ങളൊക്കെ ഭൂമിക്കടിയിലുള്ള ഒരു ഭൂമിക്കടിയിലുള്ള ഒരു ഗുഹക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. അതിൻ്റെ കവാടങ്ങൾ നോക്കിയിട്ട് അമേരിക്കയും ഇസ്രായേലും ബോംബിടും, അത് മുഴുവനും തകരും. പക്ഷെ നിമിഷ നേരങ്ങൾ കൊണ്ട് JCB വെച്ച് മണ്ണ് മാന്തിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് ഇവർ ആയുധങ്ങൾ നേരെ ഇസ്രായേലിലേക്ക് വിടുന്നത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണ ടാങ്കുകളും കടൽ ജല ശുദ്ധീകരണ ശാലകളും ഒക്കെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. കാരണം ഇത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടോ. ഗൾഫിലുള്ള പല ആളുകളും പല പ്രയാസങ്ങളും പറയുന്നുണ്ട്. ശമ്പളം വെട്ടിക്കുറച്ചത്, ജീവിക്കാൻ പ്രയാസമാണ്. പലരുടെയും ഇങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ മേലെ കൂടെ പോകുന്ന ഡ്രോണുകളെ അവർ കാണുന്നത്. എന്നൊരു വലിയ ദുരിതമാണ് ഗൾഫിലുള്ള ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ വലിയ പ്രയാസമാണ്. അപ്പോൾ ഇറാനിൻ്റെ ഒരു ഭ്രാന്ത് മൂത്തിട്ട് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കുക.
ഇനി ഗൾഫ് രാജ്യങ്ങൾ ചെയ്യേണ്ടത് ഈ അമേരിക്കനെ അവിടെ നിന്ന് പുറത്താക്കണം. അമേരിക്കനെ പുറത്താൻ കഴിഞ്ഞാൽ ഇറാൻ്റെ ശല്യം ഉണ്ടാവില്ല. ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കുന്നത് കൊണ്ടാണ്. അമേരിക്ക ഇങ്ങോട്ട് എങ്ങനെ ആക്രമിച്ചോ അങ്ങോട്ട് ആക്രമിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇത്രയൊക്കെ സൈനിക സന്നാഹങ്ങൾ ഇസ്രയേലും അമേരിക്കയ്ക്കും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇറാനിനെ പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റാതെ? ഒന്ന്, ഇറാനികളുടെ ആർജവം, ഇറാനികളുടെ ഒരു ഈമാൻ എന്ന് പറഞ്ഞാൽ ഇറാനികളുടെ ഒരു ദൃഢനിശ്ചയമുണ്ട്. നിന്നു കൊടുക്കില്ല. ശത്രുവിനെ തോൽപ്പിക്കുന്നതിലല്ല, ശത്രുവിൻ്റെ വിജയം പതുക്കെയാക്കുന്നതിലാണ് ഇറാൻ്റെ ശ്രദ്ധ. രണ്ടാമത് അവരുടെ സൈനിക ശേഷിയിൽ മറ്റു ലോകത്തുള്ള സൈനിക ശേഷികളെക്കാൾ സമ്പന്നമാണ്. അവരവരുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ചില രാജ്യങ്ങൾ അങ്ങനെയല്ല, മരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. മൂന്നാമത് അവരുടെ ആയുധ ശേഖരം, ഇനിയും നൂറുകണക്കിന് മിസൈൽ ശേഖരങ്ങളാണ് ആർക്കുള്ളത്? ഇറാനുള്ളത്. അമേരിക്കയുടെ കയ്യിലുള്ള ആയുധ ശേഖരങ്ങളൊക്കെ കുറഞ്ഞൊന്ന് മാധ്യമങ്ങൾ പെൻറ്റഗൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മറ്റു സ്ഥലങ്ങളിലുള്ള ആയുധങ്ങൾ മുഴുവനും ഇവിടേക്ക് കൊണ്ടുവരികയാണ്, ഇവിടേക്ക് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ എത്രയൊക്കെ സാഹചര്യങ്ങൾ ഇറാനിൽ എവിടെയൊക്കെ തകർത്തിട്ടുണ്ടെങ്കിലും യുദ്ധവിജയം ഇപ്പോഴും ആർക്ക് തന്നെയാണ്? ഇറാൻക്ക് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്രയൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടും ഈ യുദ്ധത്തിൻ്റെ വിജയം ആരുടെ ഒപ്പമാണ്? ഇറാൻ്റെ ഒപ്പമാണ്. ഏതായാലും നിങ്ങൾക്ക് എന്താ തോന്നിയെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.